വയനാട് ഉരുൾപൊട്ടലിൽ തിരിച്ചറിയാനാകാത്ത 22 ശരീരഭാഗങ്ങൾ കൂടി പുത്തുമലയിൽ സംസ്കരിച്ചു. സർവ്വമത പ്രാർത്ഥനയ്ക്കും ഗാർഡ് ഓഫ് ഓണറിനും ശേഷമാണ് പ്രിയപ്പെട്ടവർക്ക് നാട് വിട ചൊല്ലിയത്. സജോ ദേവസ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പുത്തുമലയിൽ നിന്നും സജോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? പുത്തുമല ഇന്നും സങ്കടക്കടലാകുന്ന ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. മൂന്നാം ദിനമാണ് തിരിച്ചറിയാതെ പോയ ഈ ദുരന്തം വിഴുങ്ങിയ മനുഷ്യരിൽ കണ്ടെത്തിയിട്ടും തിരിച്ചറിയാതെ പോയ മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങൾ ഒക്കെയാണ് പുത്തുമലയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഭൂമിയിൽ. ഇനിയിപ്പോൾ അതൊരു പൊതു ശ്മശാനം തന്നെയാണ്. സർക്കാർ ഹാരിസൺ മലയാളത്തിൽ നിന്ന് ഏറ്റെടുത്ത പുത്തുമലയിൽ ഇന്നും സങ്കടക്കാഴ്ച തന്നെയായിരുന്നു. ഇന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരുടെ 22 പേരുടെ ശരീരഭാഗങ്ങളാണ് പുത്തുമലയിലെത്തിച്ച് സംസ്കരിച്ചത്. ആംബുലൻസുകൾ കൂട്ടത്തോടെ പുത്തുമലയിലേക്ക് എത്തിയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഇന്നും സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷം, ഗാർഡ് ഓഫ് ഓണറിന് ശേഷമാണ് പ്രിയപ്പെട്ടവർക്ക് പുത്തുമല വിട നൽകിയത്. മന്ത്രിതല സംഘം ഉൾപ്പെടെ ഇന്നും പുത്തുമലയിലെത്തിയിരുന്നു. സന്നദ്ധ പ്രവർത്തകർ ഇന്നും സജീവമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ 22 പേരുടെ ശരീരഭാഗങ്ങൾ കൂടി പുത്തുമലയിൽ എത്തിച്ച് സംസ്കരിച്ചു. ഇന്നലെ 29 ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇത് മൂന്നാമത്തെ ദിവസമാണ്. 3 ദിനങ്ങളിലായി ആദ്യഘട്ടത്തിൽ 37 പൂർണ്ണ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണാർത്ഥത്തിലുള്ള മൃതദേഹങ്ങൾ, പിന്നീട് 154 ശരീരഭാഗങ്ങൾ എന്നിവയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സംസ്കരിച്ചത്. ഇന്ന് 22 ശരീരഭാഗങ്ങൾ കൂടിയും സംസ്കരിച്ചു. ഇന്നത്തെ ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യരാണ്. അതായത് ഈ പുത്തുമല എന്നത് തന്നെ ഒരു സങ്കട ഓർമ്മയാണ്. ആ മണ്ണിലാണ് ഇനിയിപ്പോൾ അതിനൊരു പൊതു ശ്മശാനം എന്ന് തന്നെ വിളിക്കാം. സർക്കാർ ആദ്യഘട്ടത്തിൽ 64 സെൻറ്റും പിന്നീട് 25 സെൻറ്റ് ഭൂമി കൂടി ഏറ്റെടുത്തു. അങ്ങനെയാണ് ഇത്രയധികം കൂട്ടക്കുഴിമാടങ്ങൾ ഒരുക്കി ആ ദുരന്തം വിഴുങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വിട നൽകിയത്. ഏറ്റവും ഒടുവിൽ തിരിച്ചറിയപ്പെടാതെ പോയെങ്കിലും അവർ ഈ ദുരന്തത്തിന് മുൻപ് കൃത്യമായ മേൽവിലാസം ഉണ്ടായിരുന്നവരാണ്, കൃത്യമായ ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നവരാണ്. അങ്ങനെയുള്ള മനുഷ്യരാണ്. അവരെ പക്ഷേ തിരിച്ചറിയാൻ കഴിയാതെ പോയി. അവരുടെ പ്രിയപ്പെട്ടവർക്ക് പോലും അവരെ അറിയാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇനി മുതൽ അങ്ങോട്ടേക്ക് അവരെ തിരിച്ചറിയാനുള്ള ഒരു സാധ്യത എന്നത് ഈ പൊതുമണ്ണിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന, ഇതോടൊപ്പം സ്ഥാപിച്ചിരിക്കുന്ന കല്ലുകളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന നമ്പറാണ്. ആ നമ്പർ ഉപയോഗിച്ച് എന്തെങ്കിലും DNA സാമ്പിളുമായി ഒത്തുചേരുകയാണെങ്കിൽ, യോജിക്കുകയാണെങ്കിൽ അവർക്ക്, അവരുടെ ഉറ്റവർക്ക്, ബന്ധുക്കൾക്ക് അവരങ്ങനെ തേടി വന്ന് സാമ്പിളുകൾ കൊടുത്ത് ആ താരതമ്യത്തിൽ യോജിക്കുകയാണെങ്കിൽ അപ്പോൾ അത് തിരിച്ചറിയാൻ കഴിയും. അത്തരം സാധ്യതകൾ കൂടി, അതായത് പുറമേ സ്ഥാപിച്ചിരിക്കുന്ന ഈ കല്ലുകളിൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം കുഴിമാടത്തിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികളിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയുള്ള ഒരു ഡീറ്റെയിൽ രേഖപ്പെടുത്തിയുള്ള ഒരു പേപ്പർ അടക്കം ചെയ്ത കുപ്പി കൂടി കുഴിമാടത്തിലേക്ക് വെക്കും. അങ്ങനെയാണ് ഈ സംസ്കാരം എല്ലാം നടത്തിയിട്ടുള്ളത്. കൃത്യമായ നമ്പറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്കൊരു നീതി എന്നത്, അതായത് ഈ മനുഷ്യർ, അതായത് ഈ കൂട്ടക്കുഴിമാടങ്ങൾ നമ്മൾ നേരിട്ട ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സംഗ്രഹം തന്നെയാണ് ഇത് എന്ന് പറയേണ്ടി വരും. നമുക്കിവിടെ കാണാം ഈ ദൃശ്യങ്ങളിലൊക്കെ നമ്പറുകൾ ഈ കുഴിമാടങ്ങളോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള കുറ്റികളിൽ അല്ലെങ്കിൽ ആ കല്ലുകളിൽ നമ്പറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ നമ്പർ മാത്രമാണ് അവരെ തിരിച്ചറിയാനുള്ള അടയാളം. പക്ഷേ ഏതാനും നാളുകൾക്ക് മുൻപ് അങ്ങനെ ആയിരുന്നില്ല. ആ മനുഷ്യരെ ആർത്തതിൽ വന്ന ദുരന്തം കൊണ്ടുപോയത്. പുത്തുമല തന്നെ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണാണ്. ആ ദുരന്ത സ്മരണകൾക്ക് മുകളിലാണ് ഈ തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യരുടെ ഓർമ്മകളെ അല്ലെങ്കിൽ അവശേഷിപ്പുകളെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നതാണ്. അങ്ങേയറ്റം ഹൃദയഭേദകവും വൈകാരികവുമായ കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ. ഇത് മൊത്തമായി ഈ ഭൂമി ഒന്നാകെ ഒരു ശ്മശാനമായി മാറുന്നു. ആ മനുഷ്യരുടെ ഓർമ്മകളെ ഇവിടെ നമ്മൾ അടക്കം ചെയ്യുന്നു. അത് ഈ ദുരന്തത്തിൻ്റെ സ്മാരകമായി മാറുന്നു. യഥാർത്ഥത്തിൽ മുണ്ടക്കൈക്കും ചൂരൽമലയ്ക്കും ഒക്കെ അടുത്തു തന്നെയാണ് പുത്തുമല, അധികം ദൂരമില്ല. ഇവിടെ 2019 ഉരുൾപൊട്ടിയത്. അന്നും ദുരന്തമുണ്ടായതാണ്. ആ മേഖലയിലെ ഒരു നാടിനെ ഒന്നാകെ ഒറ്റ രാത്രി കൊണ്ട് തകർത്തെറിഞ്ഞ ആ ദുരന്തത്തിൽ ഇനിയും എത്രയോ പേരെ എണ്ണിത്തിട്ടപ്പെടുത്താൻ യഥാർത്ഥത്തിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ സങ്കീർണതകളുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ കാണാതായ മനുഷ്യർ എത്രയോ അടരുകളിൽ ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ ഒലിച്ചുപോയവർ, ചാലിയാർ തന്നെ മരണപ്പുഴയായി മാറുന്നത് നമ്മൾ കണ്ടു. അവരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. അതിൻ്റെ തിരച്ചിൽ ദൗത്യം ഇപ്പോഴും ഒരു ഭാഗത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. അതിനിടെയാണ് ഇങ്ങനെ കണ്ടെത്തുന്ന മനുഷ്യരിൽ തിരിച്ചറിയപ്പെടാതെ പോയവർ, അവരിൽ പക്ഷേ അവരുടെ ഉറ്റവർ
പലരും ഉണ്ടാകാം. ചിലർക്കൊക്കെ ഉറ്റവർ തന്നെയും ആ ഒരു കുടുംബത്തിൽ ആരും തന്നെയും അവശേഷിക്കാത്തതും ചിലയിടത്ത് ഒരാൾ മാത്രം അവശേഷിക്കുന്നതും ഒക്കെയുണ്ട്. പലയിടത്തും ആളുകൾ തങ്ങളുടെ ഉറ്റവരാണോ തങ്ങളുടെ ബന്ധുക്കളാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി അന്വേഷിച്ചും കാത്തും തിരഞ്ഞുമൊക്കെ വരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ഇവിടുത്തെ ചടങ്ങുകളിൽ പങ്കാളികളാകുന്നു. സർവ്വമത പ്രാർത്ഥനയോടുകൂടിയാണ് 3-ാം ദിനവും സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. വ്യത്യസ്ത മതവിഭാഗങ്ങളിലെ പുരോഹിതർ വന്നു. അവർ പ്രാർത്ഥനകൾ ചൊല്ലി. അങ്ങനെ പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഉണ്ടായിരുന്നു. ഒപ്പം മന്ത്രിമാർ ഇവിടെ തന്നെ എത്തിയിരുന്നു. മന്ത്രി കെ രാജനും മന്ത്രി എ കെ ശശീന്ദ്രനും അടക്കമുള്ള മന്ത്രിമാരുടെ സംഘവും ഉണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഒരു ആദരവും കൂടി അർപ്പിച്ചു. ജനപ്രതിനിധികൾ, നാട്ടുകാർ, അങ്ങനെ ഇവരുടെ തങ്ങളുടെ ഉറ്റവരുണ്ടോ എന്ന ചിന്തയോടുകൂടി വന്ന മനുഷ്യർ അവരൊക്കെ ഇവിടെ അന്തിമോപചാരം അർപ്പിച്ചു. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നത്. അക്കാര്യത്തിൽ ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ പാലിച്ചൊരു സൂക്ഷ്മത എന്നത് ഈ നമ്പറുകളിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവാതെ കൃത്യമായി തന്നെ ആ കൊണ്ടുവന്ന ശരീരഭാഗങ്ങളൊക്കെ നമ്പർ ചെയ്താണ് അത് കൃത്യമായി പ്രോട്ടോകോൾ പാലിച്ച് നടപടിക്രമങ്ങൾക്ക് ശേഷം നമ്പർ രേഖപ്പെടുത്തി അത് കൃത്യമായി കുഴിമാടങ്ങൾക്കും നമ്പർ കൊടുത്ത് അതൊരു DNA പ്രൊഫൈൽ DNA സാമ്പിൾ പ്രൊഫൈൽ ലൈബ്രറി എന്ന നിലയ്ക്ക് തന്നെ സൂക്ഷിക്കും. ഭാവിയിൽ അതിന് ഫോളോ അപ്പ് ഉണ്ടാകുമെന്നാണ് സർക്കാർ പറയുന്നത്. ഇതിന് തന്നെ പ്രത്യേക സ്പെഷ്യൽ ഓഫീസറൊക്കെ സർക്കാർ നിയോഗിച്ചിരുന്നു. ആരോഗ്യവകുപ്പും അത് സംബന്ധിച്ച് തുടർ പ്രവർത്തനങ്ങൾ നടത്തും എന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ തിരിച്ചറിയാനുള്ള ഒരു സാധ്യതയാണ്. അതൊരു നീതിയാണ്. കാരണം ഈ മനുഷ്യർ ദുരന്തത്തിൽ പോയി നമ്മൾക്ക് ആ പ്രദേശം ഒന്നാകെ ഒലിച്ചുപോയി, ആ നാടൊന്നാകെ ഇല്ലാതായി, ജീവനും സ്വത്തും ഒക്കെ നഷ്ടമായി, ഒരുപാട് മനുഷ്യർ മണ്ണിനടിയിലായി, ഒരുപാട് പേർ മരിച്ചുപോയി. അവിടെ അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ അപ്പോഴും ഇനി അവശേഷിക്കുന്ന നീതി എന്താണ്? ഒരു പ്രബുദ്ധ സമൂഹം എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നീതി എന്താണ് എന്നത് മാത്രമാണ്. യഥാർത്ഥത്തിൽ ആ ദുരന്തത്തിൻ്റെ ആകെ സംഗ്രഹം ഈ ദൃശ്യങ്ങളിൽ ഒന്നാകെയുണ്ട്. ഈ കൂട്ടക്കുഴിമാടങ്ങൾ ഇങ്ങനെ ഒരുക്കി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, അതായത് തിരിച്ചറിയാതെ പോയ മനുഷ്യർക്ക്, അവരെ ആരെന്നറിയാത്ത മനുഷ്യർക്ക് വേണ്ടി കുറേയധികം മനുഷ്യർ പല ദേശങ്ങളിൽ നിന്ന് വന്ന് അന്ത്യയാത്രാ മൊഴി ചൊല്ലുന്നു എന്നതാണ് നമ്മളിവിടെ കണ്ടത്. ഇനി ചെയ്യാൻ കഴിയുന്ന ഒരു നീതിയാണ്. അതാണ് ഉറപ്പാക്കുന്നത്. അത് ഈ ദുരന്തത്തെ ഒന്നാകെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം നമ്മുടെ നാടിൻ്റെ ഒന്നാകെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്, വിള്ളലേൽപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ആ വേദനിപ്പിക്കുന്ന സന്ദർഭമാണ്. പക്ഷേ ആ കാര്യത്തിൽ ഇനി ചെയ്യാൻ കഴിയുന്ന നീതി തീർച്ചയായും സജു, അത് വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്നും അതേ കാഴ്ച തന്നെയാണ് പുത്തുമലയിൽ ഇപ്പോൾ.